ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കെ രമ എം.എൽ.എ. വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്നും കെ രമ 24-നോട് പറഞ്ഞു. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് CPM നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. കൊലയാളി സംഘത്തിൽപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് കെ രമ വിമർശിച്ചത്. ആഭ്യന്തരമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല. CPIM നേതൃത്വത്തിന് ഈ പ്രതികളെ ഭയമുള്ളതുകൊണ്ടാണ് അവരുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നും കെ രമ 24-നോട് പറഞ്ഞു. ഇതിനെതിരെ അതിശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ട് നടത്താൻ സാധിക്കും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPIM തെറ്റ് തിരുത്തുകയല്ല, തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോവുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. നിയമവിരുദ്ധ നീക്കമാണ് നടക്കുന്നതെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. 2 ജീവപര്യന്തം തടവിന് വിധിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ, അതിന് വിധേയരായിട്ടുള്ള പ്രതികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. 2012 മെയ് 4-ന് 51 വെട്ടാൽ ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതു മുതൽ CPIM നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ഏറ്റവും ഒടുവിൽ 2 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതും CPIM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. 24 കോഴിക്കോട്.